സർവേയിങ് സബ്ജക്റ്റിൻ്റെ 5ാമത്തെ പാർട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് ഓറിയൻറ്റിംഗ് എ പ്ലെയിൻ ടേബിൾ വിത്ത് 2 inaccessible പോയിൻറ്റ്സ് ഈസ് നോൺ ആസ്. 2 inaccessible പോയിൻ്റ് വെച്ചിട്ട് പ്ലെയിൻ ടേബിളിനെ ഓറിയൻറ്റ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്നത് 2 point പ്രോബ്ലം. 3 പോയിൻറ്റ്സിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ പ്ലെയിൻ ടേബിൾ ഓറിയൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ 3 point പ്രോബ്ലം എന്ന് പറയുന്നു. ഇതിനകത്തെ ഓപ്ഷനിലെ ഓരോ വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞതാണ്. റിസെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എവിടെയാണ് അല്ലെങ്കിൽ പ്ലെയിൻ ടേബിൾ എവിടെയാണ് ആ ഒരു സ്റ്റേഷനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് പേപ്പറിൽ മാർക്ക് ചെയ്യുക, അതിനാണ് റിസെക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് വന്നിട്ട് ഇൻ്റർസെക്ഷൻ മെത്തേഡാണ്. ഇൻ്റർസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് ഇൻഎക്സസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പോയിൻറ്റ്സ് ഒന്നുണ്ടെങ്കിൽ 2 ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനുകളിൽ വെച്ചിട്ട് അവിടേക്ക് റിസെക്ടേഴ്സ് വരയ്ക്കുന്നു. അതിനുശേഷം ആ ഒരു പോയിന്റിന് നമ്മുടെ പേപ്പറിലേക്ക് അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിലേക്ക് കൊണ്ടുവരണം. അതിനാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഅക്സസിബിൾ പോയിൻറ്റ്സ് എന്ന് കണ്ടതുകൊണ്ട് ഇൻ്റർസെക്ഷൻ മാർക്ക് ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് എ തിയോഡലൈറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ. സൈസ് ഓഫ് എ തിയോഡലൈറ്റ് സ്പെസിഫൈ ചെയ്യുന്നത് ലോവർ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ കൊണ്ടാണ്. ലോവർ പ്ലേറ്റിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാലും അത് തെറ്റാണ്. ലോവർ പ്ലേറ്റിൻ്റെ ഡയമീറ്റർ കൊണ്ടാണ് തിയോഡലൈറ്റിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത്. നമുക്കറിയാം തിയോഡലൈറ്റിന് തന്നെ 2 സ്കെയിലാണുള്ളത്, അല്ലെങ്കിൽ 2 സ്കെയിൽ പ്ലേറ്റ് ആണുള്ളത്. ഇങ്ങനെ 2 ഹൊറിസോണ്ടൽ സർക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോന്നിലും ഡിഫറെൻറ്റ് ഗ്രാജുവേഷൻസ് ആയിരിക്കും. താഴെയുള്ള പ്ലേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലോവർ പ്ലേറ്റിനെ നമ്മൾ മെയിൻ സ്കെയിൽ പ്ലേറ്റ് എന്ന് പറയാറുണ്ട്. അതിനകത്താണ് മെയിനായിട്ടുള്ള ആംഗിൾ റീഡിങ്സ് വരുന്നത്. അതിന് മുകളിലായിട്ട് കുറച്ച് ചെറുതായിട്ട് വെർനിയർ സ്കെയിൽ പ്ലേറ്റ് ഉണ്ട്. അത് നമ്മൾ അപ്പർ പ്ലേറ്റ് എന്ന് പറയും. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ ഇതെല്ലാം. അപ്പോൾ സൈസ് ഓഫ് ദ തിയോഡലൈറ്റ് തീരുമാനിക്കുന്നത് എപ്പോഴും മെയിൻ സ്കെയിൽ പ്ലേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലോവർ പ്ലേറ്റ് ആയിരിക്കും. ഇതിൻ്റെ സാധാരണ ഡയമീറ്റർ കണ്ടുവരാറുള്ളത് 10 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ അങ്ങനെയാണ്. ഇൻ ലെവലിംഗ് എ സ്റ്റേഷൻ ഇസ് എ പോയിന്റ് വെയർ. ലെവലിങ്ങിൽ ഒരു സ്റ്റേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെയാണ് സ്റ്റാഫ് പ്ലേസ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിനെയാണ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ലെവൽ എവിടെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് അത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനാണ്. എവിടേക്കാണ് നമ്മൾ സൈറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത്. എ പ്ലെയിൻ സർഫസ് ഇൻ എ കോണ്ടൂർ മാപ്പ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ. ലാസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 1920 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കോണ്ടൂർ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. സോ പ്ലെയിൻ സർഫസ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പാരലൽ ആയിട്ടുള്ള കോണ്ടൂർസ് ആയിരിക്കും. അവർ തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ലൈൻസ് സ്ട്രെയിറ്റും ആയിരിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് പ്ലെയിൻ സർഫസിൻ്റെ കോണ്ടൂർസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓപ്ഷൻ നമുക്ക് ഒന്ന് നോക്കാം. ഫാർ എപ്പാർട്ട് ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ സ്ലോപ്പിൽ തന്നെ മൈൽഡ് ആയിട്ടുള്ള സ്ലോപ്പ് ആണെന്നുണ്ടെങ്കിലാണ് ഫാർ എപ്പാർട്ടായിട്ടുള്ള കോണ്ടൂർ ലൈൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്ലോസ് ടുഗെദർ ലൈൻസ്. ക്ലോസ് ടുഗെദർ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള ലൈൻസ് വരണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സ്ലോപ്പ് നല്ല രീതിയിലുണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ നമ്മൾ അടുത്തടുത്ത് കോണ്ടൂർസ് വരയ്ക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പാണ് സെക്കൻഡ് വൺ. നെക്സ്റ്റ് വൺ വന്നിട്ട് മ്യൂച്വലി ക്രോസിങ് കോണ്ടൂർസ്. നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് ഓവർ ഹാങ്ങിങ് ക്ലിഫിൻ്റെ കേസിലാണ് മ്യൂച്വലി ക്രോസ് ചെയ്യുന്ന കോണ്ടൂർസ് ഉള്ളത്. ഓക്കെ, സോ ഓപ്ഷനുകളും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് എ ക്രോസ് സെക്ഷൻ ഓഫ് എ ട്രപ്പസോയിഡൽ സെക്ഷൻ ഓഫ് ഫോർമേഷൻ വിഡ്ത്ത് B, സെൻട്രൽ ഡെപ്ത് D ആൻഡ് ദ സൈഡ് സ്ലോപ്പ് S ഈസ്. ഒരു ട്രപ്പസോയിഡൽ സെക്ഷൻ ഉണ്ട്. ട്രപ്പസോയിഡൽ സെക്ഷൻ്റെ ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് B ആണ്. അതിൻ്റെ സൈഡ് സ്ലോപ്പ് വന്നിട്ട് S ആണ്. നമുക്ക് S:1 എന്ന് വിളിക്കാം. അതായത് ഒരു വെർട്ടിക്കലിന് S ഹൊറിസോണ്ടൽ ആ ഒരു രീതിയിൽ സൈഡ് സ്ലോപ്പ് ഉണ്ട്. അതുപോലെ സെൻറ്ററിലുള്ള ഡെപ്ത് തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ ഈ ട്രപ്പസോയിഡൽ സെക്ഷൻ്റെ ഏരിയ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വെറുതെ ട്രിഗ്നോമെട്രിയുടെ ബേസിക് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇക്വേഷൻ തന്നെ കാണാതെ പഠിച്ചിരിക്കും. നമുക്ക് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ അല്ലേ. ഇതിപ്പോൾ B ആണെന്നുണ്ടെങ്കിൽ
നമുക്കറിയാം ഒരു ട്രപ്പിസോയിഡിൻ്റെ കേസിൽ വരുമ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ് ഡിവൈഡഡ് ബൈ 2 മൾട്ടിപ്ലൈഡ് ബൈ സം ഓഫ് ദി പാരലൽ സൈഡ്സ് ആണ്. അപ്പോൾ ഈ പാരലൽ സൈഡ്സിൽ ഒരു പാരലൽ സൈഡ് ബി ആണെന്ന് നമുക്ക് കിട്ടി. ഈ പാരലൽ സൈഡിൻ്റെ ഈ ഒരു പോർഷൻ വന്നിട്ട് ബി ആണെന്ന് നമുക്ക് അറിയാം. അടുത്തത് ഈ രണ്ട് സൈഡ് കണ്ടുപിടിക്കാം. ഈ രണ്ട് സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ സൈഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്. അതായത് S:1 എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ 1 വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ S ഹൊറിസോണ്ടലാണ്. അങ്ങനെയാണെങ്കിൽ D വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ എത്ര ഹൊറിസോണ്ടൽ ആയിരിക്കും? S ടൈംസ് ദാറ്റ് ഓഫ് D ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പോൾ രണ്ട് സൈഡിലും S ടൈംസ് ദാറ്റ് ഓഫ് D ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഒന്ന് എഴുതി നോക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു B പ്ലസ് അടുത്ത പാരലൽ സൈഡ് B പ്ലസ് 2 ടൈംസ് SD ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഒബിയസ്ലി ഈ 2ഉം ഇവിടെ ഒരു 2 വരും, അത് എല്ലാം ക്യാൻസലായി പോയിട്ട് ഇറ്റ് ഈസ് BD പ്ലസ് SD സ്ക്വയർ എന്നാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ കമ്പ്യൂട്ടിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് ദി എർത്ത് വർക്ക് യൂസിങ് പ്രിസമോയിഡൽ ഫോർമുല ദ നമ്പർ ഓഫ് റിക്വയർഡ് സെക്ഷണൽ ഏരിയ വിൽ ബി. ഇപ്പോൾ ഏരിയയുടെ കാൽക്കുലേഷൻ എടുക്കുമ്പോഴും മെയിനായിട്ട് 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ട്രപ്പിസോയിഡലും നെക്സ്റ്റ് സിംപ്സൺസ് റൂളും. വോളിയം കാൽക്കുലേഷന് വരുമ്പോഴും ട്രപ്പിസോയിഡലും ഉണ്ട്, പ്രിസമോയിഡലും ഉണ്ട്. ഈ പ്രിസമോയിഡൽ തന്നെയാണ് സിംപ്സൺസ് റൂൾ ഫോർ വോളിയം. സിംപ്സൺസ് റൂൾ നമുക്കറിയാം എപ്പോഴും ഓഡ് നമ്പർ ഓഫ് ഓർഡിനേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓഡ് വോളിയത്തിൻ്റെ കേസിൽ വരുമ്പോൾ ഓഡ് നമ്പർ ഓഫ് ഏരിയ സെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ആൻസർ ഓഡാണ്. പ്രിസമോയിഡൽ ഫോർമുല ഇൻ കേസ് ഓഫ് വോളിയം നമുക്കൊന്ന് നോക്കാം. വോളിയം ഓഫ് എനി പ്രിസമോയിഡ് ഇസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ 6 മൾട്ടിപ്ലൈഡ് ബൈ A1 പ്ലസ് 4 ടൈംസ് ദാറ്റ് ഓഫ് AM പ്ലസ് A2. ദിസ് ഈസ് ദി A2. ഇതാണ് ഇക്വേഷൻ. A1 A2 എന്ന് പറയുന്നത് രണ്ട് പ്രിസമോയിഡിൻ്റെ രണ്ട് എൻഡിൽ വരുന്ന ഏരിയ. AM എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും മിഡിലായിട്ട് വരുന്ന ഏരിയ. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. The fundamental principle of surveying is to work from whole to part ആണ്. അക്യുമുലേഷൻ ഓഫ് ഇറേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്, ആ പാർട്ടിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് ഒക്കെ മെഷർമെൻറ്റിൽ ആക്യുറസി കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ പാർട്ടിൽ നിന്ന് നമ്മൾ വോൾ ഏരിയയിലേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വോൾ ഏരിയ എഫക്റ്റ് ചെയ്യും. അതിനേക്കാളും നല്ലത് എപ്പോഴും ആ ഒരു വോൾ ഏരിയ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഡിമാർക്കേറ്റ് ചെയ്യുക, അതിൽ നിന്നും ഓരോ സൈഡ്സിലേക്ക് മെഷർമെൻറ്റ് എടുക്കുക, അതാണ് എപ്പോഴും നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സർവേയിങ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ അഡീഷണൽ ഡീറ്റെയിൽസ് സച്ച് ആസ് ദ ബൗണ്ടറി ഓഫ് ദ ഫീൽഡ് അതുപോലെ ഏരിയ ഓഫ് ദ ഫീൽഡ്, ഇതെല്ലാം വന്നിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കുന്നതാണ്. ദാറ്റ് ഈസ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന സർവേ ഈസ് ദ കാഡസ്റ്റൽ സർവേ. The obstacle which obstructs the vision but not chaining. ചെയിനിങ്ങിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ വിഷനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിട്ട് ഹിൽസ് ആണ്. ഹില്ല് നമുക്കറിയാം, ഒരു ഹില്ലിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, അതായത് വിഷൻ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹില്ലിൻ്റെ മുകളിലൂടെ നമുക്ക് ചെയിൻ വലിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് 2 ഓപ്ഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ റിവറും പോണ്ടുമാണ്. രണ്ടും ഏകദേശം സെയിം കണ്ടീഷൻ തന്നെയാണ്. നമുക്ക് ഒരു റിവറിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നോക്കിയാൽ മോസ്റ്റ് ഓഫ് ദി കേസിലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വിഷനെ അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ റിവറിലൂടെ അല്ലെങ്കിൽ പോണ്ടിലൂടെ നമുക്ക് ചെയിൻ വലിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ റിവർ അല്ലെങ്കിൽ പോണ്ടാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഒബ്സ്ട്രക്റ്റ് ദ ചെയിനിങ് ബട്ട് നോട്ട് ഒബ്സ്ട്രക്റ്റ് ദി വിഷൻ. അതാണ് റിവറിൻ്റെയും പോണ്ടിൻ്റെയും കണ്ടീഷൻ. ബിൽഡിംഗ് വരുമ്പോഴാണ് ചെയിനിങ്ങിനും ഒബ്സ്ട്രക്ഷനാണ്, അതുപോലെ തന്നെ വിഷനും ഒബ്സ്ട്രക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം ദ നോർത്ത് 25 ഡിഗ്രി 15 മിനിറ്റ് ഈസ്റ്റ് കറസ്പോണ്ട്സ് ടു. സോ നമുക്ക് ഓൾറെഡി അറിയാം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലാണ്. അപ്പോൾ നോർത്തിൽ നിന്ന് 25 ഡിഗ്രി 15 മിനിറ്റ് ഈസ്റ്റിലേക്കാണ് നമ്മുടെ ലൈൻ ഉള്ളത്. ആ ഒരു ലൈനിൻ്റെ ഹോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുന്നത് ഒബിയസ്ലി 25 ഡിഗ്രി 15 മിനിറ്റ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ദ ട്രൂ മെറിഡിയൻ ആൻഡ് ദ മാഗ്നറ്റിക് മെറിഡിയൻ ഈസ് നോൺ ആസ്, ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ഡിക്ലിനേഷൻ.
ദ ഒപ്റ്റിക്കൽ സ്ക്വയർ ഈസ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് ഔട്ട്. ഒപ്റ്റിക്കൽ സ്ക്വയർ, പ്രിസം സ്ക്വയർ ഇതെല്ലാം തന്നെ 90 ഡിഗ്രി ലൈൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. The theodolite is an instrument used for measuring very accurately. തിയോഡലൈറ്റിൻ്റെ പ്രത്യേകത നമുക്ക് അതിനകത്ത് ഹൊറിസോണ്ടൽ ആംഗിൾസും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിൾസും രണ്ടും മെഷർ ചെയ്യാന്നുള്ളതാണ്. ഹൊറിസോണ്ടൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെയിൻ സ്കെയിൽ പ്ലേറ്റ്, അതിനോടൊപ്പം തന്നെ കുറച്ചുകൂടെ പ്രിസിഷന് വേണ്ടിയിട്ട് വെർനിയർ സ്കെയിൽ പ്ലേറ്റും അവൈലബിൾ ആണ്. അത് ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്തിരിക്കാനും പിന്നെ വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വെർട്ടിക്കൽ പ്ലേറ്റും അവൈലബിൾ ആണ് തിയോഡലൈറ്റിൻ്റെ കേസിൽ. സോ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാം. The line joining the optical center of an object glass and the center of the eyepiece is known as. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂഷൻ വരാനുള്ള കേസ് ഉണ്ട്. ആക്സിസ് ഓഫ് ദ ടെലസ്കോപ്പ്, ലൈൻ ഓഫ് കൊളിമേഷൻ, ലൈൻ ഓഫ് സൈറ്റ്, ഇതെല്ലാം കൂടി ഒരു കൺഫ്യൂഷനായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ മനസ്സിലാവും. ഇതിപ്പോൾ നമ്മുടെ ടെലസ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലൂടെയാണ് നമ്മൾ നോക്കുന്നത്, ദാറ്റ് ഈസ് ദി ഐ പീസ്. ഇവിടെയാണ് ഒബ്ജക്റ്റ് ലെൻസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഐ പീസിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ ഒരു ഒബ്ജക്റ്റ് ഗ്ലാസ്സിലേക്ക് വരെ നമ്മളൊരു ലൈൻ വരച്ചാൽ, സെൻറ്ററിലൂടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് ടെലസ്കോപ്പിൻ്റെ ആക്സിസ് ആയിരിക്കും. സോ ആക്സിസ് ഓഫ് ദ ടെലസ്കോപ്പ് ഈസ് എ റൈറ്റ് ആൻസർ. ഇൻ കേസ് ഈ ലൈന് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ദി ലൈൻ ഓഫ് കൊളിമേഷൻ ആയിരിക്കും. നെക്സ്റ്റ് വൺ വന്നിട്ട് ദ ആക്സിസ് അബൌട്ട് വിച്ച് ദ ടെലസ്കോപ്പ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് കോൾഡ്. ഈ ടെലസ്കോപ്പ് മാത്രമല്ല ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ എബൌട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ ആക്സസിന് എബൌട്ട് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. Next question, the power of a telescope to form distinguishable image of objects separated by small angular distance is called as. It is the resolving power. ഷാർപ്പ് ഇമേജസ് ഫോം ചെയ്യാനുള്ള ആ ഒരു പവറിനെ പറയുന്നതും റിസോൾവിങ് പവർ. ഡിസ്റ്റിങ്യൂഷബിൾ ആയിട്ടുള്ള ഇമേജസ് ഫോം ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവിനെ നമ്മൾ റിസോൾവിങ് പവർ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇത് ഡിഫ്ലക്ഷൻ ആംഗിൾ മേ ഹാവ് എനി വാല്യൂ ബിറ്റ്വീൻ. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്ന് നെക്സ്റ്റ് അതിനോടൊപ്പം അടുത്ത ട്രാവേഴ്സ് ലൈൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലൈനിൽ നിന്നും എത്രത്തോളം മാറിയിട്ടാണ് നെക്സ്റ്റ് ലൈൻ വന്നത്, ഇതിനെയാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. സോ ഡിഫ്ലക്ഷൻ ആംഗിൾ ഒബ്വിയസ്ലി വന്നിട്ട് 0 തൊട്ട് 180 ഡിഗ്രി മാത്രമേ ആവാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the projection of a traverse line on a line parallel to the meridian is known as. So നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെറിഡിയൻ ഏതാണ്? ദാറ്റ് ഈസ് മെറിഡിയൻ എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ മെറിഡിയൻ ഉണ്ട്, മാഗ്നറ്റിക് മെറിഡിയൻ ഉണ്ട്. മാഗ്നറ്റിക് നോർത്തോ സൗത്തോ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് മാഗ്നറ്റിക് മെറിഡിയൻ, അതുപോലെ ട്രൂ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോളിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്നത് വന്നിട്ട് ട്രൂ മെറിഡിയൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, മെറിഡിയന് പാരലായിട്ട് വരുന്ന പ്രൊജക്ഷൻ ഓഫ് ദി ലൈനിനെ പറയുന്ന പേര് ഇറ്റ് ഈസ് നോൺ ആസ് ദി ലാറ്റിറ്റ്യൂഡ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് എന്താണ് ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ എന്നുള്ളത്. സോ ഇവിടുത്തെ ആൻസർ ലാറ്റിറ്റ്യൂഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഓൺ എ ബെഞ്ച് മാർക്ക് ഷുഡ് ബി 2.627. Its reduced level is 150 meter. What would be the height of the instrument? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇവിടെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ബെഞ്ച് മാർക്കിൽ ഒരു സ്റ്റാഫ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. സ്റ്റാഫ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റിലൂടെ റീഡിങ് എടുത്തപ്പോൾ സ്റ്റാഫിൽ നമുക്ക് കാണാൻ പറ്റിയ റീഡിംഗ് എന്ന് പറയുന്നത് 2.627 ആണ്. അതുപോലെ ബെഞ്ച് മാർക്കിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഡേറ്റത്തിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ഈ ഒരു പർട്ടിക്കുലർ ബെഞ്ച് മാർക്ക് ഉള്ളത്, ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 150 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഈ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ഈ ലൈൻ ഓഫ് കൊളിമേഷൻ ഡേറ്റത്തിൽ നിന്നും എത്ര ഹൈറ്റിലാണ് അതിനെയാണ് നമ്മൾ പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് എല്ലാം വളരെ ക്ലിയർ ആണ്. ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് HI വിൽ ബി ഈക്വൽ ടു 150 പ്ലസ് 2.627. So the answer will be option A.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ EDM സ്റ്റാൻഡ്സ് ഫോർ. EDM ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് എന്നും ചിലയിടത്ത് കണ്ടിട്ടുണ്ട്, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് എന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് ആണ് ഓപ്ഷൻ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് മോഡേൺ ഇൻസ്ട്രുമെൻറ്റ് ഇൻ സർവേയിങ്. ഒരു ഡൗട്ടും ഇല്ല, ടോട്ടൽ സ്റ്റേഷനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. In which surveying the curvature of the earth is accounted? Curvature of the earth account ചെയ്യുന്നത് ജിയോഡറ്റിക് സർവേയിങ്ങിലാണ്. ആ എർത്തിൻ്റെ ജിയോഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒബ്സലേറ്റ് സ്പിയർ ആ ഒരു ഷേപ്പ് അക്കൗണ്ട് ചെയ്യുന്നത് ജിയോഡറ്റിക് സർവേയിങ്ങിലാണ്. പ്ലെയിൻ സർവേയിങ് എന്ന് പറഞ്ഞാൽ എർത്തിനെ ഫുൾ ഒരു പ്ലെയിൻ സർഫസ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ജിയോഡറ്റിക് സർവേയിങ് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഏരിയ, നമ്മുടെ സർവേയിങ് ഏരിയ വന്നിട്ട് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 250 km², കൂടുതലായിരിക്കും. 250, ചിലടത്ത് 260 കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സാമ്പിൾ ഓഫ് എ ലെവൽ സർഫസ്. ഒരു ലെവൽ സർഫസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഹൊറിസോണ്ടലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സർഫസുകളാണ്. അതിന് എക്സാമ്പിൾ വന്നിട്ട് സ്റ്റിൽ വാട്ടറിൻ്റെ സർഫസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the length of a chain measured with a 30-meter chain was found to be 240 if the chain was 4 cm too short. The true length of the line is. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലും ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ചെയ്തതാണ്. ഇതിന് ഒരേ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് ട്രൂ ഇൻറ്റു ട്രൂ ഇസ് ഈക്വൽ ടു റോങ് ഇൻറ്റു റോങ്. ട്രൂ ഇൻറ്റു ട്രൂ ഈസ് ഈക്വൽ ടു റോങ് ഇൻറ്റു റോങ് ആണ്. അപ്പോൾ ട്രൂ ലെങ്ത് ഓഫ് ദി ചെയിൻ മൾട്ടിപ്ലൈഡ് ബൈ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ വിൽ ഗീവ് റോങ് ലെങ്ത് ഓഫ് ദി ചെയിൻ മൾട്ടിപ്ലൈഡ് ബൈ റോങ് ലെങ്ത് ഓഫ് ദി ലൈൻ. അപ്പോൾ ട്രൂ ലെങ്ത് ഓഫ് ദ ചെയിൻ നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 മീറ്റർ. ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ എത്രയാണെന്ന് നമുക്കറിയില്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു റോങ് ലെങ്ത് ഓഫ് ദ ചെയിൻ ശരിക്കും പറഞ്ഞാൽ 4 cm ഷോർട്ട് ആയിരുന്നു. അതായത് 30 minus 0.04, that is the 29.96 multiplied by 96 multiplied by the wrong length, that is measured 240. Okay, അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 239.68 മീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു എൻലാർജ് ഓർ റെഡ്യൂസ് ദ പ്ലാൻ ഇൻ സർവേയിങ്. സർവേയിങ്ങിൽ തന്നെ പ്ലാൻ എൻലാർജ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പെൻറ്റാഗ്രാഫാണ്. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് പ്ലാനിമീറ്റർ. പ്ലാനിമീറ്റർ യൂസ് ചെയ്യുന്നത് ഇറഗുലർ ബൗണ്ടറീസുള്ള ഏതെങ്കിലും ഇറഗുലർ ബൗണ്ടറീസുള്ള ഏതെങ്കിലും സർഫസിൻ്റെ ഏരിയാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാനിമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓരോന്നും ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കിട്ടും, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് എനിക്കൊരു നല്ല ക്വസ്റ്റ്യൻ ആയിട്ടാണ് തോന്നിയത്. ഇതൊരു ഇൻസ്ട്രക്ടറിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻ ലെവലിംഗ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ റിവർ ദ ലെവൽ വാസ് സെറ്റ് നിയർ എ ആൻഡ് ദ സ്റ്റാഫ് റീഡിംഗ് ഈസ് 1.575 meter and 2.945 meter. The level was then moved near to B. The staff reading on A and B is 1.900 meter and 3.275 meter. The true difference between A and B is. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതാണ് ഒരു റിവറിൻ്റെ ഒരു സെക്ഷൻ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിനുശേഷം കുറച്ചും കൂടി താത്തു വരയ്ക്കാം. റിവറിൻ്റെ സെക്ഷൻ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷൻ, ഇവിടെ ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷൻ. എയിൽ സ്റ്റേഷനിൽ നിന്ന് ഇത് റെസിപ്രോക്കൽ ലെവലിങ്ങിൽ വരുന്ന ഒരു കണ്ടീഷനാണ്. എയിൽ വന്നിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബിയിലും നമ്മൾ ഇൻസ്ട്രുമെൻ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഈ രണ്ട് സ്റ്റേഷനിലും ഒബ്വിയസ്ലി ദർ വിൽ ബി ലെവലിംഗ് സ്റ്റാഫും പ്ലേസ് ചെയ്തിട്ടുണ്ട്. രണ്ടിടത്തും ലെവലിംഗ് സ്റ്റാഫും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിപ്രോക്കൽ ലെവലിങ്ങിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇഫ് വി ഹാവ് ടു ഫൈൻഡ് ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എയിൽ ചെന്നിട്ട് ബി എ സൈറ്റ് ചെയ്യുക, ബിയിൽ ചെന്നിട്ട് എ എം സൈറ്റ് ചെയ്യുക. ഇതാണ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എയിൽ നിന്നിട്ട് നമ്മൾ എയിൽ നിന്നിട്ട് എയുടെ സ്റ്റാഫിലേക്ക് ഒരു റീഡിങ് എടുത്തു, അതുപോലെ തന്നെ ബിയുടെ സ്റ്റാഫിലേക്കും ഒരു റീഡിങ് എടുത്തു. അപ്പോൾ എയുടെ സ്റ്റാഫിൽ റീഡിങ് എടുത്തപ്പോൾ എയിൽ നിന്നിട്ട് എയുടെ സ്റ്റാഫിൽ റീഡിങ് എടുത്തപ്പോൾ ഇറ്റ് വാസ് 1.575 ആണ് വന്നത്. ബിയിൽ റീഡിങ് എടുത്തപ്പോൾ ഇറ്റ് വാസ് 2.945. നമുക്കിതിന് പേര് കൊടുക്കാം. ഓക്കെ, ഓരോന്നിനും പേര് കൊടുക്കാം. എയിൽ നിന്നിട്ട് എയിൽ തന്നെ നോക്കുമ്പോൾ ഇറ്റ് ഈസ് 1.575 മീറ്റർ. HA
ബി, എയിൽ നിന്നിട്ട് ബിയിലേക്ക് നോക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.945 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ബിയിൽ നിന്നിട്ട് ബിയുടെ സ്റ്റാഫിൽ റീഡിങ്ങും എടുക്കുന്നുണ്ട്, എയിലെ സ്റ്റാഫിൽ റീഡിങ്ങും എടുക്കുന്നുണ്ട്. അപ്പോൾ എച്ച് ബിയിൽ നിന്നിട്ട് എയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റാഫ് റീഡിംഗ് എന്ന് പറയുന്നത് 1.900. അതുപോലെ തന്നെ എച്ച് ബിയിൽ നിന്നിട്ട് ബിയുടെ തന്നെ സ്റ്റാഫ് റീഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 3.275. ഓക്കെ, ഇവരുടെ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എച്ച് ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ എച്ച് എ ബി മൈനസ് എച്ച് എ എ പ്ലസ് എച്ച് ബി ബി മൈനസ് എച്ച് ബി എ ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇക്വേഷൻ. ഒന്നുമില്ല, ഈ ഇക്വേഷനിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് റീഡ് ചെയ്യുന്ന 2 റീഡിങ്സിൻ്റെയും ഡിഫറൻസ്, അതേ പ്ലസ് അടുത്ത ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്നും റീഡ് ചെയ്യുന്ന 2 റീഡിങ്സിൻ്റെ ഡിഫറൻസ് എടുക്കുക, അത് രണ്ടും കൂടി സം ചെയ്യുക, അതിൻ്റെ ആവറേജ് കാണുക. ഇതാണ് ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആൻസർ ഇവിടെ വരുന്നത് 1.373 ആണ്. അതൊന്ന് ചെയ്ത് നോക്കിയേക്കുക. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എച്ച് എയിൽ നിന്ന് നോക്കിയപ്പോൾ സ്റ്റാഫ് റീഡിങ് 1.5 സംതിങ് ആണ്. എച്ച് എയിൽ നിന്നും ബിയിലേക്ക് നോക്കിയപ്പോൾ 2.9 സംതിങ് ആണ്. ഇതിനർത്ഥം എന്ന് പറയുന്നത് ബി ഈസ് ഇൻ എ സ്മോളർ ഹൈറ്റ്, കുറച്ചും കൂടി താഴ്ന്നിട്ടാണ്, എയേക്കാളും കുറച്ചും കൂടി താഴ്ന്നിട്ടാണ് ബി ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ബിയിൽ വെച്ച് റീഡിങ് എടുത്തപ്പോഴും ഈ സെയിം കണ്ടീഷൻ തന്നെയാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബി കുറച്ചും കൂടി താഴ്ന്നിട്ടാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എയും ബിയും ഒന്നും കൺഫ്യൂഷൻ ആവേണ്ട, ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ വെച്ചിട്ട് എടുക്കുന്ന 2 റീഡിങ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതുപോലെ തന്നെ ബി ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ വെച്ച് എടുക്കുന്ന 2ൻ്റെയും ഡിഫറൻസ് എടുക്കുക. ഇത് നമ്മൾ ആഡ് ചെയ്യുക, അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. അതുപോലെ ഈ റീഡിങ്സ് വാല്യൂ വെച്ചിട്ട് നമ്മുടെ സ്റ്റാഫ് ലെവലിൻ്റെ റീഡിങ് വാല്യൂസ് വെച്ചിട്ട് ഏതാണ് താഴെ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഗ്രൗണ്ട് ലെവൽ നമുക്ക് റെഡ്യൂസ് ലെവൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് മറ്റേതിൻ്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ പറയാനായിട്ടുള്ളത്. നല്ലൊരു പ്രോബ്ലമായിട്ട് തോന്നി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോർബിയറിംഗ് ഓഫ് എ ലൈൻ എ ബി ഈസ് ഗിവൺ ആസ് നോർത്ത് 65 ഡിഗ്രി വെസ്റ്റ്, ഇറ്റ്സ് ബാക്ക് ബിയറിംഗ് ഈസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് പേര് നോർത്ത് ആണെന്നുണ്ടെങ്കിൽ സൗത്ത് അങ്ങോട്ട് മാറ്റിയാൽ മതി, വെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് മാറ്റിയാൽ മതി. ഡിപ്പ് ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ അറ്റ് ഇക്വേറ്റർ ഈസ്. ഇക്വേറ്ററിൽ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എർത്ത് സർഫേസുമായിട്ട് മാഗ്നറ്റിക് ലൈൻസ് മേക്ക് ചെയ്യുന്ന ആംഗിളിനാണ് നമ്മൾ ഡിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിപ്പിൻ്റെ കാരണം കൊണ്ടിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കോമ്പസ് പ്ലേസ് ചെയ്യുമ്പോൾ അത് എക്സാക്ട്ലി ഇതുപോലെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നിൽക്കാതെ ഒരു സൈഡ് താന്നും മറ്റൊരു സൈഡ് പൊങ്ങിയും ഈ ഒരു രീതിയിൽ ഒരു വെർട്ടിക്കൽ ആംഗിൾ മേക്ക് ചെയ്യുന്നത്. അതായത് കുറച്ചൊന്ന് ടിൽറ്റ് ചെയ്തിട്ടായിരിക്കും കോമ്പസ് ഉണ്ടാവുക. ഇങ്ങനെ കോമ്പസ് ഇക്വേറ്ററിൽ വരുമ്പോൾ ശരിക്കും ഇങ്ങനെ ട്വിൽറ്റിംഗ് ഉണ്ടാവില്ല, നേരെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതായത് അവിടുത്തെ ഡിപ്പ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഡിപ്പ് കുറച്ചും കൂടി മനസ്സിലാക്കാനുള്ള മറ്റൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് എർത്ത് സർഫസ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇതിപ്പോൾ സൗത്താണ്, ഇത് നോർത്താണ്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും വരുന്നത് സൗത്തിൽ നിന്നും നോർത്തിലേക്ക് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഇക്വേറ്റർ ഇതാണ് നമ്മുടെ ഇക്വേറ്റർ പോർഷൻ. ഇക്വേറ്ററിൽ നമ്മൾ എർത്തിൻ്റെ സർഫസുമായിട്ട് ചേർന്നൊരു ലൈൻ വരച്ചു, മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ലൈൻ വരച്ചു. 2 ലൈൻസ് നമ്മൾ പാരലലാണ്, അതായത് അവർ തമ്മിലുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഡിപ്പ് 0 ഡിഗ്രി ആയിരിക്കും അറ്റ് ദി ഇക്വേറ്റർ. ഇനി നമ്മൾ പോൾസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോൾസിൽ ഇതുപോലെ ലൈൻസ് വരച്ചു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വന്നിട്ട് ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. അതായത് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് 90 ഡിഗ്രിയാണ്. സോ പോൾസിൽ ഡിപ്പിൻ്റെ വാല്യൂ 90 ഡിഗ്രിയാണ്. പോളിനും ഇക്വേറ്ററിനും ഇടയ്ക്ക് വേറെ ഏതൊരു ആംഗിൾ എടുത്താലും 0യ്ക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള വാല്യൂസ് ആയിരിക്കും ഡിപ്പായിട്ട് നമുക്ക് കിട്ടുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2-point പ്രോബ്ലം ഈസ് എ കേസ് ഓഫ് കുറേ പ്രാവശ്യമായിട്ട് വരുന്നതാണ്, ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. റിസെക്ഷൻ്റെ മെത്തേഡാണ് 2-point പ്രോബ്ലം, 3-point പ്രോബ്ലം, കോമ്പസ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക, അതുപോലെ ബാക്ക് സൈഡ് ചെയ്ത് റിസെക്ഷൻ ചെയ്യുക, ഇതെല്ലാം. Among the following, select the one which is not use of theodolite. തിയോഡലൈറ്റിന് യൂസ് അല്ലാത്തത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തിയോഡലൈറ്റ് നമുക്കറിയാം ഒരു ലൈനിൻ്റെ ആംഗിൾ, ഏതെങ്കിലും ആംഗിൾസ് മെഷർമെൻറ്റ് യൂസ് ചെയ്യാം, ലൈനിൻ്റെ ബിയറിങ് മാർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഇപ്പം തന്നെ നമുക്ക് സൈറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് തന്നെ ലെവലായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്റ്റാഫ് പ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് ലെവലായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഏരിയ കണ്ടുപിടിക്കാൻ മാത്രം തിയോഡലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഒരു 30 ക്വസ്റ്റ്യൻസും ആയിട്ട് വരുന്നതായിരിക്കും അടുത്ത ദിവസം. താങ്ക് യു.